പാത്തു, എന്താ മോളെ? എന്താ പരിപാടി? പരിപാടി എന്താ, ഒരു വിറകൊക്കെ നോക്കി നടക്കുക. കുറച്ച് വിറകൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒക്കെ വിറക് കിട്ടണ്ടേ? ഇപ്പൊ ഗ്യാസിന്റെ ഒക്കെ ഭയങ്കര വീര്യല്ലേ. അപ്പൊ ഗ്യാസിന്റെ വീര് ഇപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കിയത്. മറ്റേത് ഗ്യാസ് വെച്ചിട്ട് ഒരു ഗ്ലാസ് ചായ തിളപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഇല്ല, അപ്പൊ അന്ന് ചായ ഇല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞത് വിറകൊക്കെ വെച്ച് കത്തിച്ച് ചോറും കൂട്ടാനൊക്കെ വെക്കും. മല്ലിയും മുളകൊക്കെ ഉരലിയിട്ട് ഇടിച്ചിട്ടാണ് പണ്ടൊക്കെ കറി വെച്ചിരുന്നത്. ഇപ്പൊ അതിന് വേണ്ടിട്ട് എന്താണ്, പണ്ടൊക്കെ ഇറച്ചിയൊക്കെ വെച്ചാൽ എന്ത് ടേസ്റ്റ് ആയിരിക്കും. മല്ലിമുളകൊക്കെ വറുത്ത് ഇടിച്ച് ആ ഉരലിൽ തന്നെ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ പാടെ കൂട്ടി ഇടിച്ച് കറി ഉണ്ടാക്കിയാൽ അതിനോടൊക്കൂല. ഇപ്പൊ അതിനു വേണ്ടി ഇറച്ചി ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ എന്നിട്ടാ കുറച്ച് സബോള എടുക്കുക, കുക്കറിലിടുക, ഒന്ന് വാട്ടുക, കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് വാട്ടി രണ്ട് ഷൂന്നൊരു ഒച്ച കേൾക്കുക. അപ്പൊ പിന്നെ അതുകൂടി ഇറച്ചിയുടെ വെപ്പ് കഴിഞ്ഞ്. പക്ഷെ പണ്ടത്തെ ഇറച്ചി വെപ്പിന്റെ ഒക്കെ ടേസ്റ്റ് നമ്മൾക്ക് ഇന്നും എത്ര ഏത് വിത്തിൽ വെച്ചാലും ആ ടേസ്റ്റ് വരില്ല. എന്ന് വെച്ചാല് പണ്ടൊക്കെ മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ രാത്രി നമ്മൾ കറി വെക്കും. പിന്നെ മിളകൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടാണ് നമ്മളത് അമ്മിയും വെച്ച് അപ്പം അങ്ങോട്ട് അരച്ച് വെക്കണ കൂട്ടാത്തിന്റെ ഒരു ടേസ്റ്റ് പറഞ്ഞാലും കൂടി തീരില്ല. അത്ര ടേസ്റ്റ്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഒന്നും ചെയ്യണ്ട, നാളികേരം ചേരുക, മിക്സിയിലിട്ട് അടിക്കുക, ഇത്തിരി പാലിൽ വെക്കുക, കൂട്ടാൻ വെച്ചു എല്ലാം പണി. കുക്കറിൽ ഇത്തിരി അരി ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ഷൂന്നാൾ കേട്ട് കഴിഞ്ഞാൽ ചോറായി. ഇപ്പൊ പഠിച്ചു കുറെ കേട്ടാ. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വിറക് അന്വേഷിച്ചു തുടങ്ങി. ഇപ്പൊ വിറകിന് ക്ഷാമം. ഇപ്പൊ സ്വർണത്തിന്റെ വില കൊടുക്കണം. ഇപ്പൊ വിറക് അന്വേഷിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ കുറച്ച് വിറക് കരുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടാ. എന്ന് വെച്ചാല് എനിക്കറിയാം, നമുക്ക് ഗ്യാസും ഒക്കെ നമുക്ക് ഇപ്പോഴല്ലേ വന്നത്. നമ്മളെന്നും അടുപ്പിൽ വെച്ചാൽ ചോറും കൂട്ടാനും വെക്കുന്നത് പ്രത്യേകമായുള്ളൊരു ടേസ്റ്റും ഒരു വർക്കത്താണ് അതൊക്കെ കാണുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് ഇന്ന് കൈവേദന, കാലുവേദന, ശരീരം വേദന. ഒരു ഗ്ലാസ് ചായ തിളപ്പിച്ച മക്കളെ, ഗ്യാസ് ഇല്ല ഉമ്മ. അപ്പൊ ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് ചായ ഇല്ല. തന്നെ ഈ ഓലക്കുടി വെച്ച് ചായ തിളപ്പിച്ച് കുടിക്കേണ്ട ഒരു ഗതികേടാണ്. അപ്പൊ അള്ളാടെ ഓരോ പരീക്ഷണങ്ങളൊന്ന് ദുനിയാവിലൊന്ന് ആലോചിച്ച് നോക്കണം. പറഞ്ഞാൽ തീരില്ല മക്കളെ. അതുകൊണ്ട് നമ്മൾക്കുള്ള ഒരു അനുഭവങ്ങൾ വരുമ്പോഴാണ് ഇതൊക്കെ. മീനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ടേസ്റ്റ് ഇല്ല. അപ്പൊ തന്നെ കിട്ടി, അപ്പൊ തന്നെ മിളക് അരച്ച് അല്ല തിളച്ച വെള്ളത്തിൽ മുട്ട മിളക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അമ്മീമ്മ വെച്ച പടക്കം മുടങ്ങി അതിന് പൊട്ടുക. അത് അരച്ചുണ്ടാക്കണമെങ്കിൽ ചിലയിടത്ത് അരക്കാൻ ചില വീട്ടിൽ അമ്മി ഉണ്ടാവില്ല, ചില വീട്ടിൽ ഒരലുണ്ടാവില്ല. വല്ല അയിലക്കത്തെങ്കിലും കൊണ്ടുപോയി അരച്ചൊക്കെയാണ് നമ്മളൊക്കെ കൂട്ടാൻ വെച്ചൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ടേസ്റ്റ് പ്രത്യേകമാണ്. ഇന്നിപ്പോ എങ്ങനെ വെച്ചാലും നമുക്കൊരു ടേസ്റ്റ് ഒരു കറിക്കും വരില്ല. എന്ന് വെച്ചാല് നമ്മളെ അനുഭവത്തിൽ നമ്മളൊരു ഭക്ഷണം വെക്കുന്നുണ്ടെങ്കിലും നമ്മൾ 4 കൊള്ളി വിറക് വെച്ച് അത് ഒരടുപ്പം വെച്ച് ചോറ് വെക്കുമ്പോഴും ഒരു കൂട്ടാൻ വെക്കുമ്പോഴും അത് പ്രത്യേകമായുള്ള ഒരു ടേസ്റ്റും കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ എന്തോരം വിഷമിക്കുന്നുണ്ട്. ഇന്ന് ഓരോ ഹോട്ടലുകളിലും ഓരോ കടകളിലും ഒന്നും ഒരു പരിപ്പട വന്നേ അല്ലെങ്കിൽ ഒരു ബജി വന്നേ ഇല്ലട്ടാ. എന്തേ? ഗ്യാസ് ഇല്ലാത്ത കാരണം കടകളൊക്കെ പൂട്ടി, വിറക് കിട്ടാനുമില്ല. അപ്പൊ എന്ത് ചെയ്യും വിറകുണ്ടാ? വിറകില്ല. നിന്റോടെ വിറകുണ്ടാ പൊന്നെ? ഞങ്ങക്ക് വിറക് കിട്ടാനില്ല. വിറകിനൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷെ ഞാൻ വിറകൊന്നും കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഇഷ്ടം പോലെ വിറകൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. എന്റെ വിറകൊക്കെ എനിക്ക് ഇരിക്കുന്നത് എന്ന് വെച്ചാല് നമുക്ക് ഇതാണ് ഏറ്റവും വലിയത് കരുതി വെക്കണത്. ഗ്യാസൊന്നും നമുക്ക് വലിയ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 40 ദിവസം 50 ദിവസം കഴിഞ്ഞിട്ട് ഗ്യാസ് കിട്ടുള്ളൂ. അപ്പൊ അതുവരെയും ചോറ് കൂട്ടാൻ വെക്കണ്ടേ? ഇപ്പൊ വിറക് വേണ്ടേ? അപ്പൊ ആ വിറകിനോടെ പോകും. വിറക് തന്നെ വേണം. ചായ തിളപ്പിക്കണ്ടേ? ഓലക്കുടി ഉണ്ട് അവിടെ. അയ്യോ, ഓലക്കുടി ഇല്ല. എന്താണെന്ന് വെച്ചാൽ ആരും ഒന്നും കരുതൂല. ഈ ഗ്യാസും കുറ്റിണ്ടല്ലോ, ഗ്യാസ് വരട്ടെ. വിറക് ഓലയൊക്കെ ഉള്ളവരൊക്കെ പറമ്പി കിടന്ന് നശിച്ചു പോണ്. ഇപ്പൊ അടുപ്പിൽ വെക്കുമ്പോ ടേസ്റ്റ് കുറയും. എന്താന്ന് വെച്ചാല് ഗ്യാസും മലയൊക്കെ വെച്ച് ഉപയോഗിച്ച് കഴിച്ചപ്പോ അയ്യോ അത് ടേസ്റ്റ് ഇല്ല. കറിക്ക് ചായക്ക് ഒരു ടേസ്റ്റ് ഇല്ല. എന്താന്ന് വെച്ചാല് അത് ഗ്യാസും വെച്ചിട്ട് ഇപ്പൊ അടുപ്പിൽ വെക്കുമ്പോ ടേസ്റ്റ് ഇല്ല. ഇപ്പൊ ആർക്കും ടേസ്റ്റ് ഇല്ല. കൊക്കോള് ഒരു ടേസ്റ്റ് ഇല്ല. ഒരു ചായ ആ ചൂരടിക്കുന്നു, ഇത് ചൂരടിക്കുന്നു. വലിയ ആൾക്കാർക്ക് പിന്നെ കറണ്ടിന്റെ അടുപ്പ് മേടിച്ചിട്ട് വെക്കാം. അതിന് പറ്റിയ പാത്രം വേണം. നമ്മുടെ കുടുംബത്തിൽ അതിന് പറ്റിയ പാത്രങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സീസണും കാലഘട്ടങ്ങളാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇനി ഇതിനേലും വലിയ കാലഘട്ടമാണ് ഇനി വരാൻ പോണത്. അല്ലാണ്ട് ഇപ്പൊ നമ്മ എന്തെന്ന് പറയാനാ? നമുക്കൊന്നും പറയാനില്ല.
നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാ ഹോട്ടലുകളും അടച്ചു തുടങ്ങി. പിന്നെ ഇപ്പോൾ അന്യ നാട്ടിലുള്ള ആൾക്കാർ മാത്രമാണ് നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരും അന്യ സംസ്ഥാനത്തേക്ക് എല്ലാവരും തിരിച്ച് ജോലിയില്ലാണ്ട് എല്ലാവരും പോയി തുടങ്ങി. ഇവിടെ ഉള്ളവർക്കും ജോലിയില്ല. അത് വലിയൊരു അങ്ങേറ്റം വരെയുള്ളൊരു ദുഃഖമായുള്ളൊരു പ്രശ്നമാണ് നമുക്കുള്ളത്. ഗൾഫിലാണെങ്കിൽ അവിടുത്തെ യുദ്ധങ്ങളും അതിനേലും വലിയ പ്രശ്നങ്ങളാണ്. എത്ര പാവപ്പെട്ടവര് ഓരോ കുടുംബങ്ങളും 2 സെന്റുള്ളവരും 3 സെന്റുള്ളവരൊക്കെ വിറ്റ് പറിക്കാണ് നന്നാവാനായിട്ട് അള്ളാഹു അവരൊക്കെ പോയിരിക്കണം. അവരുടെ സ്ഥിതികളൊക്കെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം വിഷമങ്ങളുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യണം, റബ്ബേ അതല്ലാതെ മാറ്റി അവിടുന്ന് എല്ലാവർക്കും വേണ്ടി, ഏതെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ദുആ ചെയ്യാണ്. അപ്പം നിങ്ങളെല്ലാവരും അതിന് വേണ്ടി ദുആ ചെയ്യുക, സമാധാനാക്കിയൊക്കെ തരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഞങ്ങളും ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടെങ്കിലാണ് നമ്മുടെ നാട്ടിൽ നമുക്കൊരു 10 രൂപ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് പ്രത്യേകമായുള്ള ദുആ ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. റബ്ബേ പോയ മക്കൾക്കും അവരെ ഭർത്താക്കന്മാർക്കും അള്ളാഹു സുഖമാക്കി കൊടുക്കട്ടെ. യാതൊരു വിഷമങ്ങളും കൂടാനുള്ള അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുന്ന അള്ളാഹ്. പാവപ്പെട്ടവനെ തിരിക്കല്, പാവപ്പെട്ടവനല്ലേ, അത് കാശില്ലാത്തവളല്ലേ, കാശുള്ളവനല്ലേ, ഇതൊന്നല്ല. അള്ളാഹുടെ മുമ്പിൽ നമ്മളെല്ലാവരും കണക്കാ. മനസ്സിലായ? അത് മനുഷ്യനൊന്നും ചിന്തിക്കില്ല. ഇന്ന് മരിക്കും എന്നുള്ളതൊന്നും ഇല്ല. എപ്പോഴാണ് നമ്മൾ അവസാനിക്കാന്നറിയാം. എന്തായാലും മരിക്കും, അത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് പടച്ചോനെ വിചാരിച്ച് നിങ്ങൾ വിറകൊക്കെ വെച്ചിട്ട് കുറേശ്ശൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. പടച്ചോനെ ചൊല്ലിയിട്ട്. എന്താണെന്ന് വെച്ചാൽ വിറകൊന്നും ഇപ്പൊ ഗ്യാസൊന്നും നമുക്കൊരു സാക്ഷ്യതയില്ല. അപ്പൊ ഇന്ന് ഗ്യാസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ 50 ദിവസം 40 ദിവസം കഴിഞ്ഞിട്ടൊക്കെയല്ലേ നമുക്ക് ഗ്യാസ് കിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും അപ്പൊ അതുവരെയും? അപ്പൊ ആളവർ എന്ത് ചോദിച്ചാലും ഒരു ഗ്ലാസ് വെള്ളം, നമ്മൾ മരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ പറഞ്ഞാൽ ഗ്യാസ് ഇല്ലട്ടോ ഉമ്മ, ഗ്യാസ് ഇല്ലട്ടോ ഉമ്മ. ഓലക്കുടി എവിടെ? ഓലക്കുടി ഉണ്ടമ്മ. ആ ഓലക്കുടി എവിടെ? ഓലക്കുടി ആ പറമ്പിലുണ്ടാവും. അവിടെ ഒരു ഞാൻ കുറച്ച് വിറകൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ വിറകൊക്കെ കുറച്ചൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. ആ ഞാൻ കുറച്ച് വിറകൊക്കെ ചേർന്ന് എന്റെ വിറകൊക്കെ തന്നെയാണിത്. ഞാൻ വിറക് കുറൊക്കെ ഞാൻ കീറിച്ചിട്ടുണ്ട്. വിറക് കുറെ കീറി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതേ വിറകുകൾ കൊണ്ടുവന്ന് ഇട്ടിരിക്കണാണ്. 3000 രൂപ 4000 രൂപയ്ക്കാണ് ഇത് പറയണത്. ഇതൊക്കെ കീറണം. പൈസ കിട്ടുന്ന സമയത്ത് നമുക്കത് കീറാലാന്ന് വിചാരിച്ചിട്ട്. എന്നാലും പടച്ചോൻ വേണ്ടി വെച്ച് ഞാൻ കത്തിക്കാണ്ടിരിക്കില്ല. എനിക്ക് വിറകിന് യാതൊരു ക്ഷാമവും ഇല്ല. എവിടെന്നെങ്കിലൊക്കെ കിട്ടും. ഞാൻ ജോലി ചെയ്യുന്നിടത്തുനിന്നായാലും എനിക്ക് വിറകൊക്കെ കൊണ്ടുവരും, വിറക് കിട്ടും. അതിനൊന്നും എനിക്കൊരു തടസ്സവും ഇല്ല. വിറകൊക്കെ എപ്പോഴും നിങ്ങളെ വീട്ടിൽ എപ്പോഴും വിറകെടുക്കണം. നമ്മളെപ്പോഴും മഴക്കാലമാണ്, മഴ അല്ലെങ്കിലും ശരി, എപ്പോഴും നമ്മൾ വിറക് എപ്പോഴും നമ്മൾ കരുതി വെക്കണം. എന്താണ്, ഏത് നേരം ഇടി മഴയും മരണ അധികമാണ്. ഒരു ഭാഗത്ത് 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കി അൽമാരിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് അവിടെ വെച്ച് പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ചോറും കൂട്ടാനും വെക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതങ്ങോട്ട് എടുക്കുക, ഗ്യാസുമ്മ വെക്കുക, തൂറ്റിക്കുക, തിന്നാ പോരെ. പക്ഷെ നമ്മളെന്നും അങ്ങനെ ചെയ്യില്ല കേട്ടോ. നമ്മളെന്നും ചോറ് നന്നായിട്ടുള്ള ദിവസേന ചോറ് വെച്ചും ചായ തിളപ്പിച്ചും കുറേശ്ശെ ഉള്ളതായാലും അതിൻ്റെ വൃത്തി പോലെ തന്നെയാണ് നമ്മളിന്നും കഴിച്ചു പോകുന്നത്. എനിക്ക് കഴിവും തരയില്ലെങ്കിലും ശരി, ഞാൻ അങ്ങനെ ഇങ്ങനെ ഞാൻ കരുതുന്നത്. ഒരു മനുഷ്യരെ എനിക്ക് ബോധിപ്പിക്കണ്ട. എൻ്റെ അള്ളാഹ് റബ്ബിനെ മാത്രം എനിക്ക് വിശ്വസിപ്പിക്കേണ്ടയും ചെയ്യേണ്ട കാര്യമുള്ളത്. അസ്സലാമു അലൈക്കും.